എൻ്റെ സഹോദരരെ, യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 49-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളാൽ നിന്ദിതനും ഭരണാധികാരികളുടെ ദാസനുമായവനോട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് അരുളി ചെയ്യുന്നു. നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. രാജ്യം സ്ഥാപിക്കാനും ശൂന്യമായ അവകാശഭൂമി പുനർവിഭജനം ചെയ്തു കൊടുക്കാനും ഞാൻ നിന്നെ സംരക്ഷിച്ച ജനത്തിന് ഉടമ്പടിയായി നൽകിയിരിക്കുന്നു. ബന്ധിതരോട് പുറത്തു വരാനും അന്ധകാരത്തിലുള്ളവരോട് വെളിച്ചത്തു വരാനും ഞാൻ പറഞ്ഞു. യാത്രയിൽ അവർക്ക് ഭക്ഷണം ലഭിക്കും. വിജനമായ കുന്നുകളെല്ലാം അവരുടെ മേച്ചിൽപ്പുറങ്ങളായിരിക്കും. അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. ചുടുകാറ്റോ വെയിലോ അവരെ തളർത്തുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ ദയയുള്ളവൻ അവരെ നയിക്കും. നീർച്ചാലുകൾക്കരികിലൂടെ അവരെ കൊണ്ടുപോകും. മലകളെ ഞാൻ വഴിയാക്കി മാറ്റും. രാജവീഥികൾ ഉയർത്തും. അങ്ങ് ദൂരെ നിന്ന് വടക്കുനിന്നും പടിഞ്ഞാറ് നിന്നും സീയൻ ദേശത്തു നിന്നും അവൻ വരും. ആകാശമേ, ആനന്ദഗാനം ആലപിക്കുക. ഭൂമിയെ ആർത്തു വിളിക്കുക. മലകളെ ആർത്തുപാടുക. കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ദുരിതമനുഭവിക്കുന്ന തൻ്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും. ദൈവവചനമാണ് നാം ശ്രവിച്ചത്. The second reading, a reading from the book of the Acts of the Apostles, chapter 9, verses 1 to 9. Now Saul, still breathing murderous threats against the disciples of the Lord, went to the high priest and asked him for letters to the synagogues in Damascus, that if he should find any men or women who belonged to the way, he might bring them back to Jerusalem in chains. On his journey, as he was nearing Damascus, a light from the sky suddenly flashed across him. He fell to the ground and heard a voice saying to him, Saul, Saul, why are you persecuting me? He said, Who are you, sir? The reply came, I am Jesus, whom you are persecuting. Now get up and go into the city, and you will be told what you must do. The men who were traveling with him stood speechless, for they heard the voice but could see no one. Saul got up from the ground, but when he opened his eyes, he could see nothing. So they led him by the hand and brought him to Damascus. For 3 days he was unable to see, and neither ate nor drank. This is the word of the Lord. Thanks be to God. ഹല്ലേലൂയാ പാടിയിടും നീൻ. ഹല്ലേലൂയാ 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 പാടിയിടും നീൻ. ഹല്ലേലൂയാ ഹല്ലേലൂയാ നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിതൻ തൂലിക പോലെന്നാവിപ്പോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയാ പാടിയിടും നീൻ. ഹല്ലേലൂയാ 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 പാടിയിടും നീൻ. ഹല്ലേലൂയാ ഹല്ലേലൂയാ
സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഇതിനുശേഷം യേശു തിബേരിയസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ശിമോൻ പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലയിലെ കാനായിൽ നിന്നുള്ള നഥാനിയേൽ, സെബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ശിമോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശു ആണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്തെ വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യ നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമോൻ പത്രോസ് താൻ നഗ്നനായിരുന്നത് കൊണ്ട് പുറംകുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റ് ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയല്ലായിരുന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. ഉടനെ ശിമോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. ശിഷ്യന്മാരിൽ ആരും അവനോട് നീ ആരാണ് എന്ന് ചോദിക്കാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യവും. യേശു മരിച്ചുവെന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3-ാം പ്രാവശ്യമാണ്. പ്രിയപ്പെട്ട ജോണിയച്ച, പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരികളെ, കൊച്ചുകുട്ടികളെ, ദിവസത്തിൽ നിന്നുള്ള 3 വായനകൾ നാം ശ്രവിച്ചു. ഉയർപ്പുകാലം 5-ാം ഞായറാഴ്ചയിലെ വായനകളാണ് നാം ശ്രവിച്ചത്. യെശയ്യാ പുസ്തകത്തിൽ നിന്നും, അപ്പസ്തോല നടപടി പുസ്തകത്തിൽ നിന്നും, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നുമുള്ള ഭാഗങ്ങളാണ് നാം ശ്രവിച്ചത്. പുതിയ നിയമത്തിലുള്ള 2 വായനകളും ഓരോ പ്രത്യേകമായ ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സുവിശേഷത്തിൻ്റെ പ്രത്യേകമായ ആ ദൃശ്യം ഈശോ ഉയർത്തെഴുന്നേറ്റ ശേഷം 3-ാം പ്രാവശ്യം പ്രിയപ്പെട്ട അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ വിവരണമാണ്. തിബേരിയസ് കടൽ തീരത്ത് ഉള്ള വേദിയാണ്. അപ്പസ്തോലന്മാർ പത്രോസിൻ്റെ നേതൃത്വത്തിൽ മീൻ പിടിക്കാൻ പോകുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ കർത്താവ് കടൽ തീരത്ത് വന്ന് നിൽക്കുന്നു. അവിടെ നിന്ന് നിങ്ങൾക്ക് മീൻ വല്ലതും, നിങ്ങളുടെ കയ്യിൽ മീൻ വല്ലതും ഉണ്ടോ എന്നുള്ള ചോദ്യം. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്നുള്ള മറുപടി. വള്ളത്തിൻ്റെ വലതുവശത്ത് വല വീശുക എന്നുള്ള നിർദ്ദേശം. അങ്ങനെ വല വീശിയപ്പോൾ വല നിറയെ മീൻ കിട്ടുന്നു. അവർ കരയ്ക്കെടുക്കുന്ന അവസരത്തിൽ അവിടെ സജ്ജീകൃതമായിരുന്ന അടുപ്പും തീയും എല്ലാം കാണുകയാണ്. അപ്പവും മീനും തയ്യാറാക്കി ഈശോ അവരെ ക്ഷണിക്കുന്നു, നിങ്ങൾ വന്ന് പ്രാതൽ കഴിക്കുവിൻ. അവർ ഈശോയോടൊപ്പം അപ്പം ഭക്ഷിച്ചു. തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് പ്രാതൽ കഴിക്കുവിൻ. ഈശോ അപ്പസ്തോലന്മാരെ ക്ഷണിച്ചു. ആ ക്ഷണം ഇന്നും ഈശോ തുടരുകയാണ്. ആ രംഗത്തേക്കാണ് നമ്മൾ ശ്രദ്ധ കൂടുതൽ തിരിക്കേണ്ടത്. കർത്താവ് നമ്മെ തൻ്റെ വിരുന്നിനായി ക്ഷണിക്കുന്ന അനുഭവം
നിങ്ങൾ വന്ന് പ്രാർത്ഥന കഴിക്കുമെന്ന് അപ്പസ്തോലന്മാർ പറയുകയും അവർക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകുകയും ചെയ്ത യേശുനാഥൻ ഇന്ന് നമ്മെ ഓരോരുത്തരെയും തൻ്റെ പക്കലേക്ക് വിളിക്കുകയാണ്. നിങ്ങൾ വന്ന് പ്രാർത്ഥന കഴിക്കുവേൻ. അവിടെ അന്ന് തിബേരിയസ് തീരത്ത് അപ്പവും മീനും ഒക്കെയാണ് വിളമ്പിയതെങ്കിൽ, അതിൽ തയ്യാറാക്കി വച്ചിരുന്നതെങ്കിൽ, ഇന്ന് ഇവിടെ സജ്ജീകരണമാകുന്നത് ഈശോനാഥൻ്റെ മാംസരക്തങ്ങളാണ്, പരിശുദ്ധ കുർബാനയാണ്. നിങ്ങൾ വന്ന് പ്രാർത്ഥന കഴിക്കുമെന്നുള്ള ആ ക്ഷണം സ്വീകരിക്കുമ്പോൾ 2 വിധത്തിലുള്ള ഭക്ഷണം അവിടെ നമുക്ക് നൽകുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഒന്ന്, അവിടുത്തെ തിരുവചനങ്ങൾ, കർത്താവിൻ്റെ തിരുവചനങ്ങൾ തന്നെ നമ്മുടെ ഭക്ഷണമാണ്. യേശുവെ പിശാച് പരീക്ഷിക്കുന്ന മരുഭൂമി രംഗത്ത് കർത്താവ് ബൈബിൾ ഉദ്ധരിക്കുമ്പോൾ സാത്താനും അതുപോലെ തന്നെ ബൈബിൾ ഉദ്ധരിച്ച് യേശുവിനെ പരീക്ഷിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. നീ ദൈവത്തിനാണെങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക എന്ന് പറയുന്നു. കർത്താവ് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത് എന്ന് മറുപടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്ന, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വചനം കൊണ്ട് കൂടിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭക്ഷണമായിട്ട് വരിക, പ്രത്യേകിച്ചും ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഭക്ഷണമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ്. ആ വചനം നമ്മൾ എന്തുമാത്രം ഉൾക്കൊള്ളുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നിറം മറ്റുള്ളവർ കാണാൻ സാധിക്കുക. യേശുവിൻ്റെ വചനത്തിൽ വചന അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അതിൻ്റേതായ ഒരു സൗകുമാര്യത, കൃത്യത നമുക്കും മറ്റുള്ളവർക്കും അനുഭവപ്പെടും. മറിച്ച് ദൈവവചനത്തെ വിരുദ്ധമായ രീതിയിലുള്ള ഒരു നീക്കമാണ്, മനോഭാവമാണ് നമ്മൾ ധരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ അതനുസരിച്ചുള്ള പരിക്കനായ രീതിയിലുള്ള പെരുമാറ്റവും രീതിയും കാര്യങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവർക്കും അനുഭവപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദ്യത, മനോഹാരിത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ അധിഷ്ഠിതമായി രൂപപ്പെടുന്ന ഒരു ജീവിത ശൈലിയാണ്. നമ്മുടെ കുർബാനയുടെ ഔദ്യോഗികമായ ക്രമീകരണം എല്ലാ ലിറ്റർജികളും, എല്ലാ ആരാധനക്രമങ്ങളിലും, പൗരസ്ത്യ ക്രമങ്ങളിലും പാശ്ചാത്യ ക്രമത്തിലും നമ്മുടെ സഭയിലും മറ്റ് സഭകളിലും ഒക്കെ ഉള്ള ക്രമീകരണം, കുർബാനയുടെ ക്രമീകരണത്തിൽ ആദ്യത്തെ ഭാഗം വചന ശുശ്രൂഷയാണ് എന്ന് നമുക്കറിയാം. ഇപ്പോഴും നമ്മൾ ആ ശുശ്രൂഷയുടെ ഭാഗത്താണ്. വേദപുസ്തകത്തിലുള്ള വായനകൾ നമ്മൾ ശ്രവിച്ചു. ഇപ്പോഴതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക്, വിശദീകരണത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ആ രീതിയിൽ ആ വചനത്തെ കൂടുതൽ ആഴമായി മനസ്സിലാക്കുവാൻ നമ്മൾ ശ്രമിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അതിനെ സഹായിക്കുക എന്നുള്ളതാണ് വൈദികരുടെ അല്ലെങ്കിൽ പ്രബോധനം നൽകുന്നവരുടെ ഉത്തരവാദിത്വം. അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ്. ഈ വചനം ഒരുക്കുന്നത്, ഈ വിരുന്നൊരുക്കുന്നത് കർത്താവ് തന്നെയാണ്. അപ്പസ്തലന്മാർക്ക് കടൽ തീരത്ത് ശരീര ഭക്ഷണം ഒരുക്കിയ കർത്താവ് തന്നെ ഇന്ന് ഈ കുർബാനയിൽ, ഈ വചന ശുശ്രൂഷ ഭാഗ്യത്ത് നമുക്ക് വേണ്ടി ജീവനുള്ള വചനത്തെ പങ്കുവെക്കുകയാണ്. അത് അവിടുത്തെ തിരുവചനങ്ങൾ തന്നെയാണ്. കർത്താവാണ് നമ്മോട് സംസാരിക്കുന്നത്. ആഘോഷമായിട്ട് അൽത്താരിയിൽ നിന്ന് സുവിശേഷ ഗ്രന്ഥം ബേമായിലേക്ക് കൊണ്ടുവന്ന് ആ സുവിശേഷം കൊണ്ട് തന്നെ കാർമീൻ നിങ്ങളെ ആശീർവദിക്കുമ്പോൾ ഈശോ തന്നെ നിങ്ങളെ ആശീർവദിക്കുകയാണ്. ഇതൊക്കെ പ്രതീകങ്ങളിലൂടെയാണ് കാണിക്കുന്നതേ ഉള്ളൂ. സ്വർഗം തുറക്കുന്നു, സർവാധിപൻ എന്നുള്ള പാട്ട് പാടുമ്പോൾ ആ സ്വർഗം തുറന്ന് ഭൂമിയിലേക്ക് കടന്നു വരുന്ന യേശു സുവിശേഷ രൂപേണ അൽത്താരയിലെ ഉപവിഷ്ടനാണ്. അൽത്താരയുടെ വലതു ഭാഗത്ത് ആ സുവിശേഷ ഗ്രന്ഥം കാർമിങ്ങിനെ എടുത്തുകൊണ്ട് വന്ന് ആഘോഷമായിട്ട് തൻ്റെ മുഖം മറച്ചുകൊണ്ടാണ് ആ പ്രദർശനത്തിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ അൽത്താരയിൽ നിന്ന് ബഹുമാനിലേക്ക് വരുന്ന സമയത്ത് സുവിശേഷം പിടിക്കുക. അങ്ങനെ പിടിച്ചുകൊണ്ട് ആ സുവിശേഷം കൊണ്ട് തന്നെ നമ്മളെ ആശീർവദിക്കുന്നു. കർത്താവ് തന്നെ നമ്മെ ആശീർവദിക്കുന്നു. അത് കഴിഞ്ഞ് ആ പുസ്തകം തുറന്ന്, സുവിശേഷം തുറന്ന് കാർമികൻ വായിക്കുന്നു. കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. ഇതെല്ലാം പ്രതീകങ്ങളിലൂടെ നമ്മൾ അനുഷ്ഠിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ആ വചനത്തിലേക്ക് വചനം കൊണ്ട് നമ്മെ നിറയ്ക്കുകയും വചനത്തിലൂടെ നമ്മെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് കുർബാനയിലെ ആദ്യ ഭാഗത്ത് നമുക്ക് ലഭിക്കുക. ഇത് വളരെ മനോഹരമായ രീതിയിൽ മറ്റൊരു ബൈബിൾ രംഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ആ യാത്രയിൽ അവരെല്ലാം നഷ്ടപ്പെട്ടവരായിട്ട് ജെറൂസലമിൽ നിന്ന് ഉദ്ധാന ദിവസം ഉയർപ്പിന് ഞായറാഴ്ച ജെറൂസലം വിട്ടുപോവുകയാണ്, എമ്മൗസിലേക്ക് പോവുകയാണ്.
ഒത്തിരി പ്രതീക്ഷകളോടെയാണ് അവർ ജെറുസലേമിൽ ഉണ്ടായിരുന്നത്. എല്ലാം നഷ്ടപ്പെട്ടു. ഈശോയും മരിച്ചു. എല്ലാം തീർന്നു. അത് കഴിഞ്ഞപ്പോൾ ഏതാനും സ്ത്രീകൾ വന്ന് പറഞ്ഞു അവർ ഉയർത്തെഴുന്നേറ്റു. അവനെ കണ്ടുമില്ല. ഇങ്ങനെ നിരാശപ്പെട്ട് പോകുന്ന അപ്പസ്തലന്മാർ അവർ സംസാരിക്കുമ്പോഴേ ഈശോ അവരുടെ കൂടെ വരുന്നു. ആ രംഗത്ത് അങ്ങനെയാണ് കാണുക. അത് ഈശോയാണെന്ന് അവരറിഞ്ഞില്ല. പക്ഷേ നിങ്ങൾ എന്തിനെ പറ്റി സംസാരിക്കുന്നെന്ന് ഈശോ ചോദിക്കുന്നു. നീ ഒന്നും അറിഞ്ഞില്ലേ? നീ നാട്ടുകാരനല്ലേ? ജെറുസലേമിൽ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള ചോദ്യത്തിന് ഈശോ പഴയ നിയമത്തിൽ ക്രിസ്തുവിനെപ്പറ്റി, രക്ഷകനെപ്പറ്റി, മിശിഹായെപ്പറ്റി പറയപ്പെടുന്ന കാര്യങ്ങൾ ഓരോന്നും എടുത്ത് വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തു. അങ്ങനെ ആ വചന ശുശ്രൂഷയുടെ ഭാഗമാണ് അവിടെ ആദ്യ ഭാഗത്ത് നടക്കുക. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ എത്മാവസിലെത്തി. അവർ എത്തേണ്ടിടത്ത് എത്തിയപ്പോൾ അവർ വീട്ടിലേക്ക് പ്രവേശിച്ചു. ഈശോയെ ക്ഷണിച്ചു. നേരെ സന്ധ്യയായി. ഇന്ന് ഞങ്ങളുടെ കൂടെ താമസിക്കുക. കം ആൻഡ് സ്റ്റേ വിത്ത് us. അതാണ് അപ്പസ്തലന്മാർ ക്ഷണിച്ചത്. ആ ക്ഷണം സ്വീകരിച്ചു. ഈശോ അവിടെ പോയി. അവർ അത്താഴം കഴിക്കുമ്പോഴാണ് അപ്പം എടുത്ത് ആശയിൽ വെച്ച് അവർക്ക് കൊടുത്തത്. അപ്പോഴാണ് അവരുടെ കണ്ണ് തുറന്നത്. അത് ഈശോയാണെന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ അവനെ കണ്ടുമില്ല. ഇത് വചന ശുശ്രൂഷയുടെ ഭാഗവും രണ്ടാമത്തേത് പരിശുദ്ധ കുർബാനയുടെ പരികർമ്മവുമാണ്. അങ്ങനെ യേശുവിനെ കാണാനായപ്പോൾ അവർ നിരാശപ്പെട്ടാണ് ജെറുസലേമിൽ നിന്ന് എമ്മാവസിലേക്ക് പോകുന്നതെങ്കിൽ ആ രാത്രിയിൽ തന്നെ അവർ എഴുന്നേറ്റ് സന്തോഷത്തോടു കൂടി അവർ എവിടെ നിന്നാണോ മടങ്ങിപ്പോകുന്ന അങ്ങോട്ട് ജെറുസലേമിലേക്ക് പോവുകയും അവിടെ ആ രാത്രിയിൽ തന്നെ എത്തിച്ചേർന്ന് കർത്താവിനെ കണ്ട അപ്പസ്തലന്മാർക്ക് തങ്ങളുടേതായ സാക്ഷ്യം നൽകുകയും ചെയ്യുകയാണ്. സന്തോഷത്തോടുകൂടി അവർ മടങ്ങിപ്പോയി. രാത്രിയിൽ തന്നെ നിരാശപ്പെട്ട് ഇങ്ങോട്ട് വരുന്നു. സന്തോഷത്തിൽ കുതിച്ചുചാടി രാത്രിയിൽ തന്നെ അവർ അപ്പസ്തലന്മാരുടെ പക്കലേക്ക് പോകുന്നു. അവരെ ആ പരിവർത്തനത്തിന് വിധേയമാക്കിയത് കർത്താവിൻ്റെ ജീവനുള്ള വചനവും അതുപോലെ ജീവനുള്ള മാംസരക്തങ്ങളുമാണ്, അല്ലെങ്കിൽ അപ്പവും കർത്താവിൻ്റെ ശരീര രക്തവുമാണ്. പ്രിയമുള്ളവരെ, ഈ ഒന്നാമത്തെ രംഗത്ത് ഈശോ തിബീരിയസ് കടൽ തീരത്ത് വെച്ച് അപ്പവും മീനും തയ്യാറാക്കി ശിഷ്യന്മാർക്ക് വിരുന്ന് നൽകുന്നത് പോലെ ഇന്ന് കർത്താവ് നമ്മയും ഈ വിരുന്നിൻ്റെ വേദിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്, അത്താരയിലേക്ക്. അവിടുന്ന് നമുക്കായിട്ട് ഈ വിരുന്ന്, വചന വിരുന്ന് ഇപ്പോൾ പങ്കുവയ്ക്കുന്നു. ഇത് തുടർന്ന് നമ്മൾ കുർബാനയിലേക്ക് വരും. അപ്പവും മീനും കുദാശയിൽ നമുക്ക് ഭക്ഷണ സാധനങ്ങളായിട്ട് കുർബാനയിൽ നമ്മൾ സ്വീകരിക്കുന്നു. എത്രത്തോളം കൃത്യമായ രീതിയിൽ നമ്മളിതിനെ കൈകാര്യം ചെയ്യേണ്ടതാണ്. എമ്മാവസിലേക്ക് പോയ അപ്പസ്തോലന്മാർക്ക് ധീരത്വത്തിൻ്റെയും നിരാശയുടെയും നഷ്ടബോധത്തിൻ്റെയും അനുഭവത്തോടുകൂടിയാണ് പോയതെങ്കിലും തിരിച്ചു വരുമ്പോഴേ എല്ലാം അവർ നേടി എന്നുള്ള രീതിയിൽ കർത്താവിനെ മിശിഹായ രക്ഷകനെ കണ്ടെത്തി എന്നുള്ള ബോധ്യത്തോടുകൂടി ആഹ്ലാദ ചിത്രത്തിൽ മടങ്ങി വരുന്നത് പോലെ ഓരോ ഞായറാഴ്ചയും പരിശുദ്ധ കുർബാനയിലേക്ക് നാം അടുത്ത് വരുമ്പോഴേ ആ ജീവിതത്തിൻ്റെതായ ഭാരങ്ങളും ബുദ്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിലും ഇവിടെ നിന്ന് മടങ്ങുന്ന അവസരത്തിൽ നമ്മൾ വീണ്ടും ശക്തി പ്രാപിച്ചവരായിട്ട്, എനർജൈസ്ഡ്, അങ്ങനെ ശക്തി പ്രാപിച്ചവരായിട്ട് മടങ്ങിപ്പോകാൻ നമുക്ക് സാധിക്കണം. ആ രീതിയിലാണ് നമ്മുടെ ഓരോ ആരാധനയും ആരാധനക്രമവും സജ്ജീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കർത്താവിൻ്റെ ഈ വിരുന്നിലുള്ള ക്ഷണം നമ്മൾ സ്വീകരിക്കുകയും വചനം കൊണ്ടും തിരിശ്ശേരി രക്തങ്ങൾ കൊണ്ടും സംതൃപ്തരായിട്ട് സന്തോഷത്തോടെ ആഹ്ലാദ ചിത്തരായിട്ട് മടങ്ങിപ്പോകാനും ജീവിക്കാനും നമുക്ക് സാധിക്കണം. അതിലേക്കുള്ള ക്ഷണമാണ് ഈശോ നമുക്ക് നൽകുന്നത്. ആ ക്ഷണം സ്വീകരിക്കുന്ന നമ്മൾ തീർച്ചയായിട്ടും അതേ മനോഭാവത്തോടുകൂടി ശക്തി പ്രാപിച്ച് നമ്മുടെ തുടർന്നുള്ള ആഴ്ചയിലെ ജീവിതത്തിന് ആവശ്യം എല്ലാ ചൈതന്യവും സ്വീകരിച്ചുകൊണ്ട് മടങ്ങിപ്പോകാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള കൃപ നൽകണമേ എന്ന് ഈശോയെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ രംഗം അപ്പസ്തോല നടപടി പുസ്തകത്തിൽ നിന്നുള്ളതാണ് നാം ഇന്ന് ശ്രവിച്ചത്. ആ രംഗത്തിൽ പറയുന്നത് പൗലോസ്ലീഹായുടെ മാനസാന്തര അനുഭവമാണ്. ശൗൽ എന്ന പേരുള്ള ഫരിസേയ പ്രമാണി യഹൂദ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി ജെറുസലേമിൽ നിന്ന് ദമാസ്കസിലേക്ക് പോവുകയാണ്. അവിടെ എത്തിച്ചേർത്തിട്ടുള്ള വഴിമധ്യേ അത്ഭുതകരമായ ഒരു അനുഭവം ഉണ്ടാകുന്നു. തൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നത് പോലെ അനുഭവപ്പെട്ടു. അദൃശ്യമായൊരു സ്വരം കേട്ടു, സാവൂൾ സാവൂൾ, നീ എന്നെ പീഡിപ്പിക്കുന്നതെന്ത്? നീ ആരാണ്? സാവൂൾ ചോദിക്കുന്നു. മറുപടി, നീ പീഡിപ്പിക്കുന്നവനായ നാസറായനായ യേശുവാണ് ഞാൻ. സാവൂൾ യേശുവിനെ കണ്ടിരുന്നില്ല, യേശുവിനെ വ്യക്തിപരമായിട്ട് പീഡിപ്പിച്ചില്ല. പക്ഷെ പീഡിപ്പിച്ചത് യേശുവിൻ്റെ അനുയായികളെയാണ്, ക്രിസ്ത്യാനികളെയാണ്.
പുതിയ വേദം കൊണ്ട് വന്നവരെയാണ്. കാരണം അത് യഹൂദർക്ക് തെറ്റുകാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ വേദം കൊണ്ട് വന്നവരെ പീഡിപ്പിക്കുക, അവരെ ഒതുക്കുക എന്നുള്ളത് അവർക്കൊരാവശ്യമായി തോന്നിയതുകൊണ്ട് ആ രീതിയിൽ യഹൂദ പാരമ്പര്യയിലെ പരിശീലനം സിദ്ധിച്ചിരുന്ന സാവുകൾ അതിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുക. എല്ലാ ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കുവാനായിട്ട്, ബന്ധിക്കുവാനായിട്ട്, ജെറുസലേം കൊണ്ടുവന്ന് പീഡിപ്പിക്കുക, ജയിൽ അടയ്ക്കാനായിട്ട്. ആ സാവുലിനോട് പറയുന്നത്, ഞാനാണ് നീ പീഡിപ്പിക്കുന്ന യേശുവാണ്. ഒന്നും അറിയാത്തവനെ പോലെ അന്ധനായിത്തീർന്ന് കുതിരപ്പുറത്ത് നിലം പതിച്ച സാവുകൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിലപിക്കുമ്പോൾ, നീ ഡമാസ്കസിലെ പോകുക, നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരും. അവിടെ അനനിയാസിനെ ഒരുക്കുകയും പിന്നീടുള്ള സംഭവങ്ങൾ അനനിയാസ് സാവൂലിനെ സ്വീകരിക്കുകയും സ്നാനപ്പെടുത്തി അവന് കാഴ്ച നൽകുകയും ചെയ്യുന്ന അനുഭവങ്ങൾ കാണുന്നുണ്ട്. സാവൂൾ പൗലോസായിട്ട് പോളായിട്ട് രൂപാന്തരപ്പെടുകയാണ്. വലിയൊരു രൂപാന്തരീകരണത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ അനുഭവമാണ് ഈ രംഗം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഇതുപോലെ ഉള്ള ഒരു പെട്ടെന്നുള്ള ഒരു മാനസാന്തര അനുഭവം ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്ക് നമുക്ക് ആർക്കും ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അറിയേണ്ടതായിരുന്നു. പക്ഷേ ഇതിന് സമാനമായ രീതിയിലുള്ളൊരു രൂപാന്തരീകരണം നമ്മൾ സാധിച്ചുകൊണ്ടാണ് ഇരിക്കുക. ഓരോ ദിവസവും നമ്മൾ ഈ രൂപാന്തരീകരണം സാധിക്കുന്നുണ്ട്. എന്നാൽ അത് കൂടുതൽ ഫലവത്താണെങ്കിൽ, അത് പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ അതിനോട് സഹകരിക്കണം. എങ്ങനെയും സാവൂലിനോട് പറഞ്ഞ്, നീ പീഡിപ്പിക്കുന്നത് എന്നെയാണ്, ക്രിസ്തുവിനെയാണ് എന്ന് യേശു വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ആ പീഡിപ്പിക്കുന്ന യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ അവിടെ പുതിയ ഒരനുഭവം ഉണ്ടാകുന്നു, മാനസാന്തരം ഉണ്ടാകുന്നു. ആ യേശുവിനെ പ്രേക്ഷിതരായിട്ട് തീരുമ്പോൾ നമ്മൾ പുതിയ വ്യക്തികളായിട്ട് മാറുകയാണ്. ക്രിസ്തുവിൻ്റെ അജീവിയാൽ നിറഞ്ഞവരാണ് പുതിയ വ്യക്തികൾ. നമ്മൾ നവീകരിക്കപ്പെട്ടവരാണ് എന്ന് നമ്മെ വിശേഷിപ്പിക്കുന്നു. ആത്മാവ് കൊണ്ട് നിറഞ്ഞവർ പുതിയ സൃഷ്ടികളായി തീരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അങ്ങനെ ആ പുതിയ സൃഷ്ടിയായിട്ട് സാവൂൽ മാറി. അതുപോലെ ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുവാൻ ഇന്ന് എന്നെയും നിങ്ങളെയും ഈശോ ക്ഷണിക്കുകയാണ് ഈ വചനത്തിലൂടെ. അതുകൊണ്ട് ഈ കുർബാനയിൽ നിന്ന് സംബന്ധിച്ച്, ഈ വചനം ശ്രവിച്ച്, ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് ഇപ്പം നമ്മൾ മടങ്ങുമ്പോഴേ നമ്മൾ ഇങ്ങ് വന്നതുപോലെയല്ല, അതിൽ നിന്ന് അല്പമെങ്കിലും വ്യത്യാസപ്പെട്ടവരായിട്ട് യേശുവിനെ അല്പമെങ്കിലും കുറച്ചുകൂടി യേശുവിനെ മനസ്സിലാക്കുന്നവരും, യേശുവിൻ്റെ ജീവിതം അല്പം കൂടിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നവരും, യേശുവിൻ്റെ സ്നേഹം അല്പം കൂടിയെങ്കിലും മെച്ചപ്പെട്ടതിൽ നമ്മുടെ കുടുംബത്തിൽ, വീട്ടിൽ പ്രായോഗികമാക്കുന്നതിലും സന്നദ്ധതയുള്ളവരായിത്തീരണം. ആ ഒരു മാറ്റം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇങ്ങനെ എന്നും പരിവർത്തനത്തിൻ്റെ വഴിയിലൂടെയാണ് നമ്മൾ മാറുന്നത്, ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായിത്തീരുന്നു. സോ ഇറ്റ് ഈസ് എ കോൾ ടു കൺവേർഷൻ. It is not an immediate conversion, just like in the case of Saul into Paul, but it is a gradual transformation. അതിനാണ് ഓരോ കുർബാനയിലും വചനം വായിക്കുന്നത്, ഓരോ കുർബാനയിലും ദിവ്യരഹസ്യങ്ങൾ പരിശുദ്ധ കുർബാന നമുക്ക് പങ്കുവെച്ച് തരുന്നത്, ഓരോ പ്രാവശ്യം കുമ്പസാരം കൂദാശ സ്വീകരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം ചെയ്യുന്നത് നമ്മെ ഓരോ പ്രാവശ്യവും യേശുവിലേക്ക് കൂടുതൽ കൂടുതൽ വളർത്തുകയാണ്, സഭയിലേക്ക് വളർത്തുകയാണ്. അതുകൊണ്ട് ആ വളർച്ചയിൽ നമുക്കും പങ്കുകാരായി തീരാം. അങ്ങനെ വളർച്ചയുടെ പാതയിൽ നമുക്ക് മുന്നേറുകയും ചെയ്യാം. ഇനി ബൈബിളിൽ നിന്ന് വിട്ട് അല്പം ചില കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഈ വർഷം നമ്മുടെ കൺവെൻഷൻ ഇവിടെ വെച്ച് നടക്കുകയാണ്. അറ്റ്ലാന്റ ഇടവക സെൻ്റ് അൽഫോൻസ ഇടവകയാണ് അത് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇതിനകം നമുക്കെല്ലാവർക്കും എല്ലാ വിവരങ്ങളും അറിയാം. ഈ കൺവെൻഷൻ്റെ രൂപഭാവം കൊടുക്കുന്ന അവസരത്തിനനുസരിച്ച് ഇപ്പോഴാദ്യമായിട്ടാണ് എനിക്കിവിടെ വരാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അല്പസമയം ഏതാനും കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഒരുപാടൊന്നും പറഞ്ഞ സമയം ദീർഘിപ്പിക്കുന്നുമില്ല. ഈ കൺവെൻഷൻ 6ാമത്തേതാണ്. നമ്മുടെ രൂപതയുടെ കൺവെൻഷൻ, നാഷണൽ സീറോ കൺവെൻഷൻ 6ാമത്തെ കൺവെൻഷനാണ്. ഇതിനു മുമ്പുള്ളത് 5 വർഷം മുമ്പ് ഫ്ലോറിഡയിൽ വെച്ച്, മയാമിൽ വെച്ച് നടത്തി. കുറേ പേരൊക്കെ അത് സംബന്ധിച്ചവരാണ്. ഏതായാലും ഈ കൺവെൻഷൻ ഇവിടെ അല്ലാതെ വെച്ച് നടത്തുമ്പോൾ അത് നമ്മുടെ എല്ലാവരെയും ഒരു കൺവെൻഷനായിട്ട്, ആഘോഷമായിട്ട് തന്നെ കാണുകയും അതിലെല്ലാവരും സജീവമായി പങ്കെടുക്കുകയും ചെയ്യണമെന്നുള്ളത് നിങ്ങളെല്ലാവരും അതിലേക്ക് ക്ഷണിക്കുകയാണ് ഞാൻ. കാരണം രൂപ അധ്യക്ഷ എന്ന രീതിയിൽ
രൂപത കൺവെൻഷൻ ആയതുകൊണ്ട് പ്രത്യേകമായ പിതാവിൻ്റെ അടുത്ത് സ്നേഹത്തോടും വാത്സല്യത്തോടും നിർബന്ധത്തോടും കൂടി നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് ആ കൺവെൻഷനിൽ കഴിയുന്ന എല്ലാവരും സംബന്ധിക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പെടുത്തുകയാണ്. അതിൻ്റെ വിജയത്തിനായിട്ടുള്ള പരിശ്രമങ്ങളിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുക. എല്ലാ കമ്മിറ്റികളും ഇവിടെ നിന്നുള്ള ആൾക്കാരാണ് കമ്മിറ്റികൾ പ്രവർത്തിക്കുക. ആ വിവിധ കമ്മിറ്റികളോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളൊക്കെ അധികം പേര് ഓരോ കമ്മിറ്റിയിലും അംഗങ്ങളായിരിക്കും. ഓരോ കമ്മിറ്റിയിലും ഈ ചേരാനുള്ളവരെയൊക്കെ അവരോട് സഹകരിച്ചുകൊണ്ട് ഓരോ കമ്മിറ്റിയെ ശക്തിപ്പെടുത്തുകയും വളർത്തുകയും ചെയ്യുക. അതിൻ്റെ നല്ല ഫലം, നല്ല ഒരു കൺവെൻഷൻ, അനുഗ്രഹീതമായ ഒരു കൺവെൻഷൻ ആയിട്ട് അതിനെ വളർത്തിയെടുത്ത് നടത്തിയെടുക്കണമെന്ന് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. കൺവെൻഷനുടെ പ്രാർത്ഥന ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ആ പ്രാർത്ഥനയിൽ കൂടി ദൈവസേനയിലേക്ക് ഈ കൺവെൻഷൻ സമർപ്പിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമെന്നുള്ള ഉറപ്പെടുത്തുകയാണ്. ഔദ്യോഗിക പ്രാർത്ഥനയാണെങ്കിൽ അത് നല്ലത്, അല്ല നമ്മുടെ സ്വന്തം പ്രാർത്ഥനയാണെങ്കിൽ കുഴപ്പമില്ല, നല്ലത് തന്നെ. അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ നമ്മുടെ കൺവെൻഷനെയും കൺവെൻഷൻ സംബന്ധിക്കുന്നവരെയും സംബന്ധിക്കാനുള്ളവരെയും കൺവെൻഷൻ പരിപാടികളെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. രണ്ടാമതായിട്ട് കൺവെൻഷനിൽ കൂടുതൽ ആളുകളെ സാന്നിധ്യം ഉണ്ടാകണം, രജിസ്ട്രേഷൻ, പങ്കാളിത്തം ഉണ്ടാകണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹം. കാരണം ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ പടിക്കലാണ് നടക്കുക, വീട്ടുമുറ്റത്ത് നടക്കുന്ന കൺവെൻഷനാണ്. എയർഫെയർ നിങ്ങൾക്ക് ലാഭമാണ്. മറ്റുള്ള ഞങ്ങളൊക്കെ പുറത്തുനിന്ന് അല്ലെങ്കിൽ എയർഫെയർ വേണം. അതുപോലെ അതിൻ്റേതായ മറ്റ് അസൗകര്യങ്ങളൊക്കെയുണ്ട്. നമുക്ക് ആ ഒരു വീക്കിൻ്റെ ലോങ് വീക്കെൻഡാക്കി മാറ്റിക്കൊണ്ട് നേരത്തെയൊക്കെ അറിയിക്കുന്നത് കൊണ്ട് അതിലേക്ക് ഒരുങ്ങി എല്ലാവരും ആ കൺവെൻഷൻ സംബന്ധിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കൺവെൻഷനെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് മുതിർന്നവർക്കുള്ള കൺവെൻഷൻ്റെ ഒപ്പം യുവജനങ്ങളെയും വളരെ പ്രത്യേകമായി നമ്മൾ കാണുകയാണ്. നമ്മുടെ സഭയുടെ വളർച്ച എന്നുള്ളത് അവരിലൂടെയുള്ള വളർച്ചയാണ്. അതുകൊണ്ട് യുവജനങ്ങൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക പരിപാടികളെല്ലാം ക്രമീകരിക്കുന്നുണ്ട്, ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്ന എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളതിൽ സംബന്ധിക്കാതെ നമ്മുടെ മക്കളുടെ യുവജനങ്ങളും അതിൽ താഴെയുള്ളവരും ഒക്കെ അതിൽ സംബന്ധിക്കുവാനും അതൊരു വലിയ ആഘോഷമായിട്ടും അതിലുപരി അനുഗ്രഹമായിട്ടും രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ നമ്മുടെ കൺവെൻഷൻ നമ്മൾ വിഭാവനം ചെയ്യുന്നു, നമ്മൾ നടത്തുന്നു. ഈ ഹോസ്റ്റ് പാരിഷ് എന്ന രീതിയിൽ അമേരിക്കയുടെയും കാനഡയുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ ഈ അറ്റ്ലാന്റയിലേക്ക് സ്വീകരിക്കാനും അവരോടൊത്ത് നമ്മൾ സമയം ചെലവഴിച്ചുകൊണ്ട് അവരുടെ ഇവിടുത്തെ വരവും താമസവും കാര്യങ്ങളുമല്ലേ ഹൃദ്യമാക്കി തീർക്കുവാനും നമ്മൾ വിഭാവനം ചെയ്യുന്ന പരിപാടികൾ നമ്മുടെ സജീവമായ സാന്നിധ്യം കൊണ്ടും പ്രോത്സാഹനം കൊണ്ടും ക്രമീകരണം കൊണ്ടും നല്ലൊരു വിജയമാക്കി തീർക്കുവാനും ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുകയും എല്ലാവരും അതിലേക്ക് തുറന്ന മനസ്സോടെ സഹകരിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് സാമ്പത്തികമായി ബാധ്യതയിലേക്ക് കടപ്പാൽ നഷ്ടത്തിലേക്ക് വരുന്നതല്ല. നമുക്ക് കൂടുതൽ രജിസ്ട്രേഷൻ കിട്ടുന്നതനുസരിച്ച് അത് ആ രീതിയിൽ അതിൻ്റെതായ ചിലവുകൾ വഹിക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പം തന്നെ ഏതാണ്ട് 350 കുടുംബങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഈ ഇടവകയിൽ തന്നെ ഏതാണ്ട് 70 പേര് ഫാമിലികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ കുടുംബങ്ങളുണ്ട്, ബാക്കിയുള്ളവർ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ബാക്കി മറ്റ് ഇടവകളിൽ നിന്നും മിഷനുകളിൽ നിന്നുമായി കൂടുതൽ ആൾക്കാരെ നമ്മൾ സംഘടിപ്പിക്കാൻ ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾ വരും. അതുകൊണ്ട് നമ്മൾ ഇവിടെ നടത്തുന്ന ഈ കൺവെൻഷൻ ഒരു വലിയ ദൈവ അനുഭവമായിട്ട്, അനുഗ്രഹമായിട്ട് രൂപാന്തരപ്പെടുത്തുവാൻ പ്രാർത്ഥന കൊണ്ടും സഹകരണം കൊണ്ടും എല്ലാ വിധത്തിലും അതിൽ പ്രോത്സാഹനം നൽകുവാനും സജീവമായി പങ്കെടുത്തുകൊണ്ട് വിജയിപ്പിക്കുവാനും ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. My dear children, I am really pleased to be with you today. Yesterday we had a solemn celebration of First Holy Communion and Confirmation, and today we are here to solemnize this Holy Qurbana. As you've been listening to the very word of God from the Bible, we are given the very grace of God to walk with the Lord. The body and blood of the Lord is given to us. The very word of God is given to us. And let us receive the word of God given to us through the Bible. Let us read and reflect and make it our own. Each lesson is very important. Today, the Lord brings to our attention a scene after the resurrection of the Lord where Jesus appeared to the apostles
at the shore of Tiberias Sea. There he prepared for them a meal and invited them to come and eat. So also we are invited every day, especially every Sunday, to come and share the word of God and the body and blood of the Lord. Let us open wide our hearts to welcome Jesus. So thus we become, or we are growing into the grace of the Lord, into the person of Jesus. Jesus lives in us and we live in Jesus. Let us hold unto him and ask him, Lord, help me and guide me every day of my life. As we walk with the Lord, we'll be saved. And let our parents pray for us, and let us listen to them, and let us grow under the protection and guidance of our parents. They are always there, they are available for us, and they are there to strengthen us, to guide us, to help us. So our humble submission to our parents is our humble submission to God himself. So let us make a very happy and loving family, and thus let us enable our parents to be good parents, and let us be the best children of our own parents. My dear friends, let us build our community, the Syro Malabar Church of St. Alfonso here at Atlanta, as a vibrant, living and practicing Syro Malabar Catholic parish. In the name of the Father, and of the Son, and of the Holy Spirit. Amen.